ചന്ദ്രപൂർ ഗ്രാമത്തിൽ കുറച്ചു ദൂരത്തേക്ക് ഒരു പഴയ കൊട്ടാരമുണ്ടായിരുന്നു. അത് പഴയതായും പിന്നെ ആരുമില്ലാത്തൊരു കൊട്ടാരമായിരുന്നു. ആ കൊട്ടാരം അടുത്ത് തന്നെ ഒരു വലിയ ആലമരമുണ്ടായിരുന്നു. അതിലൊരു ഊഞ്ഞാലുമുണ്ടായിരുന്നു. എപ്പോഴും രാത്രി സമയമായാൽ ആ ഊഞ്ഞാൽ തന്നെത്താനെ ആടിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്തുള്ള എല്ലാ സ്ഥലത്തും വളരെ ശാന്തമായിട്ടും ശബ്ദമില്ലാതെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ചിരിക്കുന്ന ശബ്ദം കേൾക്കും, ചിലപ്പോൾ കരയുന്ന ശബ്ദവും കേൾക്കും. ജനങ്ങൾ ഈ കൊട്ടാരത്തിന് അടുത്തേക്ക് വരാൻ തന്നെ വല്ലാതെ പേടിച്ചുകൊണ്ടിരിക്കും. ഒരു രാത്രി എന്ത് സംഭവിച്ചാൽ രൺബീർ തന്റെ ഭാര്യ ഷിക്കാർ പിന്നെ അവളുടെ മകൾ പ്രീതിന്റെ കൂടെ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സമയം ഒരുപാടായില്ലേ? ഇതിനകം നമ്മൾ അവിടെ ചെന്ന് എത്തേണ്ടതായിരുന്നു. ആ അതെ, നമ്മൾ എന്തോ വഴി മാറിയും തോന്നുന്നു. അച്ഛാ, എനിക്ക് ഒരുപാട് പേടി തോന്നുന്നു. ഇത് കാടാണ്. കാട്ടിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ കാണും. ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് നമ്മളെ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും അച്ഛാ? ഇല്ല മോളെ, അങ്ങനൊന്നും സംഭവിക്കില്ല. ഇത് കാടല്ല, ഇതൊരു ഗ്രാമമാണ്. അടുത്ത ആരെങ്കിലും ഉണ്ടാവും മോളെ, നീ പേടിക്കണ്ട. അവർ പോയിക്കൊണ്ടിരുന്ന കാർ പെട്ടെന്ന് തന്നെ ഒന്നും അറിയാതെ ആ കാർ അവിടെ നിന്നും പോയി. എന്തു പറ്റി? അറിയില്ല, കാർ എന്ത് പെട്ടെന്ന് നിന്നുപോയി. രൺബീർ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ കാർ സ്റ്റാർട്ടാവുന്നേ ഇല്ല. അപ്പോഴാണ് ഷിക്കാരുടെ ശ്രദ്ധ ആ കൊട്ടാരത്തിലേക്ക് നോക്കിയത്. അവിടെ നോക്കൂ, അവിടെ ഒരു പുരാതന കെട്ടിടമുണ്ട്. ആ, തീർച്ചയായിട്ടും അവിടെ ആരെങ്കിലും ഉണ്ടാവും. തീർച്ചയായും കാണും. വരൂ, നമുക്ക് പോയി നോക്കാം. 3 പേരും കാറിൽ നിന്ന് ഇറങ്ങി ആ കൊട്ടാരത്തിലേക്ക് പോകാൻ നോക്കി. ഈ കെട്ടിടം കാണുമ്പോൾ എന്തു തോന്നുന്നെന്ന് വെച്ചാൽ ഒരുപാട് വർഷമായി ഇവിടെ ആരും തന്നെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനൊന്നും ഉണ്ടാവില്ല, കൊട്ടാരം വലുതായിട്ടുണ്ട്, തീർച്ചയായും ആരെങ്കിലും ഉണ്ടാവും. രൺബീർ ആ കൊട്ടാരത്തിന്റെ കതവ് തട്ടാൻ നോക്കി. ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരു വയസ്സായ അമ്മ കയ്യിൽ വിളക്കും പിന്നെ ഒരു കയ്യിൽ വടിയും കൊണ്ട് നിൽക്കുമായിരുന്നു. അവരാണ് കതവും തുറന്നത്. ആരാ നിങ്ങൾ? അമ്മേ, എന്റെ പേര് രൺബീറാണ്. ഇതെന്റെ ഭാര്യ ഷിക്ക, ഇതെന്റെ മകൾ പ്രീതി. ഞങ്ങളുടെ കാറ് റിപ്പയർ ആയി ഇവിടെ കിടക്കുകയാണ്. വളരെ രാത്രിയായി. ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് രാവിലെ പുറപ്പെട്ടു പോകാമോ? നിങ്ങൾ തീർച്ചയായും ഇവിടെ താമസിക്കാം. പക്ഷേ ഈ ബംഗ്ലാവ് ഒരുപാട് വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ്. അകത്തെല്ലാം തന്നെ ഉടഞ്ഞ് ഒരുപാട് അഴുക്കായിരിക്കും. ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് ഉറങ്ങാൻ ഇന്ന് ഒരു രാത്രി അല്പ സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ശരി മക്കളെ. ആ വയസ്സായ അമ്മൂമ്മ ആ കൊട്ടാരത്തിന്റെ കതവും തുറന്നു കൊടുത്തു. അതിനുശേഷം എല്ലാരും അകത്തേക്കും പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും ഈ ഹാളിൽ തന്നെ കിടന്നുറങ്ങിക്കോളൂ. ശരി. ആ വയസ്സായ അമ്മൂമ്മ വിളക്കെടുത്ത് അവിടെ വെച്ചിട്ട് അവിടുന്ന് പോയി. അവർ പോയതിനു ശേഷം ഷിക്കാറും പിന്നെ രൺബീറും മാറി മാറി സംസാരിക്കാൻ തുടങ്ങി. എത്ര ഒരു വിചിത്രമായിട്ടുണ്ടല്ലേ? അതെ, പക്ഷേ സമയത്തിന് നമുക്ക് താമസിക്കാൻ അല്പ സ്ഥലമെങ്കിലും കിട്ടിയല്ലോ. അല്ലെങ്കിൽ ഈ രാത്രിയിൽ നമ്മൾ എവിടെ ചെന്ന് താമസിക്കുമായിരുന്നു? അതും ശരിയാണ്. പ്രീതി, നീ ചെന്ന് ആ സോഫയിൽ കിടന്നോ. നിങ്ങൾ അവളോടൊപ്പം കിടന്നോളൂ, ഞാൻ ഇവിടെ കിടന്നോളാം. ശരി. രാത്രി കുറെ നേരമായപ്പോൾ എല്ലാരും വേഗം തന്നെ ഉറങ്ങാനും പോയി. എല്ലാരും നല്ല ഉറക്കിലാണ്. ഷിക്കാർ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്റെ മകൾ പ്രീതി അവിടെ കാണുന്നില്ലായിരുന്നു. അവൾ എവിടെ പോയിന്ന് അറിയില്ല. പ്രീതി. ഷിക്കാറിന്റെ ശബ്ദം കേട്ടിട്ട് രൺവീരും എണീറ്റ് കഴിഞ്ഞു. എന്തുപറ്റി? പ്രീതി ഇവിടെ കണ്ടില്ല. ഇവിടെയാണല്ലോ ഉണ്ടായിരുന്നത്. ഈ രാത്രിയിൽ എവിടെ പോകാനാവൾ? രൺവീരും ഷിക്കാവും പ്രീത്തിനെ കാണുന്നില്ല എന്ന് പേടിക്കാൻ തുടങ്ങി. ആ വിളക്കെടുത്തിട്ട് അവർ കൊട്ടാരം മുഴുവനും തേടാൻ തുടങ്ങി. അവരെല്ലാ സ്ഥലത്തും നോക്കി. പ്രീതി. ഷിക്കാരും രൺവീരും ആ കൊട്ടാരം മുഴുവനും തപ്പാൻ തുടങ്ങി. പക്ഷെ പ്രീതി എവിടെയും കണ്ടെത്തിയില്ല. അപ്പോഴാണ് രൺവീറുടെ ശ്രദ്ധ കൊട്ടാരത്തിന്റെ പുറത്തേക്ക് നോക്കിയത്. ഷിക്ക, ദേ അവിടെ നോക്കൂ. പ്രീതി ആ കൊട്ടാരത്തിനുള്ള ആലമരത്തിന്റെ ഊഞ്ഞാലാണ് ഇരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഷിക്കാറും രൺവീറും അവരടുത്തേക്ക് ഓടിപ്പോയി. അവർ നോക്കിയപ്പോൾ പ്രീതി ആരോട് സംസാരിക്കുന്ന പോലെ കാണുകയായിരുന്നു. പക്ഷേ അവിടെ ആരുമില്ല. പ്രീതി, നീ ഇവിടെ എന്ത് ചെയ്യുകയാ? അമ്മേ, ഈ ആന്റിയാണ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഏത് ആന്റി? ഇവിടെ ആരുമില്ലല്ലോ.
പിന്നെ ഷിക്കാരും രൺവീറും പ്രീത്തിന്റെ അടുത്തേക്ക് പോയപ്പോ തന്നെ അവൾ പെട്ടെന്ന് തന്നെ കാറ്റത്ത് പറക്കുകയായിരുന്നു. അമ്മേ അമ്മേ പ്രീതി. രൺവീറും പിന്നെ ഷിക്കാറിന് മുമ്പ് അവരെ കൺമുമ്പ് തന്നെ അവരുടെ മകൾ കാറ്റത്ത് തന്നെ പറന്ന് ദൂരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രൺവീറും ഷിക്കയും മകളെ പിടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രീതി ആ മരത്തിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് പറന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രീതി അവിടുന്ന് മറഞ്ഞുപോയി. അവര് രണ്ടുപേരും മകള് കാണാതെ കരയായിരുന്നു. പെട്ടെന്ന് അവരുടെ മകൾ മരത്തിന്റെ ഊഞ്ഞൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രീതി, പ്രീതി, എന്റെ മോള്. അമ്മേ, അച്ഛാ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ കരയുന്നത്? രൺവീറും ഷിക്കാറും പ്രീത്തിന്റെ അടുത്തേക്ക് പോയി. അവർ പ്രീത്തിന്റെ തലയിൽ തൊട്ടപ്പോൾ തന്നെ പെട്ടെന്ന് പ്രീതി ഒരു വലിയ പ്രേതമായിട്ട് മാറിക്കഴിഞ്ഞു. പ്രേതത്തിനെ കണ്ടപ്പോ തന്നെ ഷിക്കാറും രൺവീറും വല്ലാതെ പേടിച്ചു പോയി. പിന്നെ അവർ ആ മരത്തിൽ നിന്ന് വേഗം ഓടിപ്പോയി. അവര് പേടിച്ച് ഓടിക്കൊണ്ട് തന്നെ അവർ ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ആ പ്രേതവും ആ പുറകെ തന്നെ പറന്നുകൊണ്ട് അവരുടെ കൊട്ടാരത്തിലേക്ക് പോവുമായിരുന്നു. ആ പ്രേതം കൊട്ടാരത്തിനകത്ത് പോയി താഴെ കാല് വെച്ചപ്പോൾ പെട്ടെന്ന് പഴയ കൊട്ടാരം ഒരു പുതിയ കൊട്ടാരമായിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങളായിട്ടല്ലേ എന്റെ ബംഗ്ലാവിലേക്ക് വന്നത്. ഇനി നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. രൺവീറും ഷിക്കാവും ആ കൊട്ടാരത്തിലുള്ള പടിക്കെട്ടിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പടിക്കെട്ടുകളൊക്കെ താഴെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രൺവീർ, ഈ പ്രേതം നമ്മളെ വെറുതെ വിടില്ലെന്നാ തോന്നുന്നത്. വളരെ ശരിയാണ്, തീർച്ചയായിട്ടും വെറുതെ വിടില്ല. ആ പ്രേതം ഷിക്കാരെയും രൺവീറിനെയും കഴുത്ത് പിടിച്ച് പുറത്തേക്ക് തള്ളിയിട്ടു. പിന്നെ അവൾ വല്ലാതെ ഭയങ്കരമായിട്ട് ചിരിക്കുകയായിരുന്നു. പ്രേതം 1 നിന്ന് 2, 2 നിന്ന് 4, 4 നിന്ന് 6 എന്ന് രൂപം എടുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാ പ്രേതങ്ങളും ഒരേ നേരത്തെ തന്നെ അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വല്ലാതെ ഭയങ്കരമായിട്ട്. ഷിക്കാറും രൺവീറും വല്ലാതെ പേടിച്ചു പോയി. എന്താ ചെയ്യേണ്ടെന്നറിയാതെ ആ പ്രേതം രൺവീറിനെ അടിക്കാൻ വന്നപ്പോൾ രൺവീർ ആ പ്രേതത്തിന്റെ മുടിയും പിടിച്ച് വലിച്ച്, ഷിക്ക നീ ഓടിക്കോ, വേണ്ട ഷിക്ക നീ ഇവിടുന്ന് ഓട്. രൺവീർ പ്രേതത്തിന്റെ മുടി വലിച്ചുകൊണ്ടിരുന്നു. എന്റെ മുടി വിടാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. നീ എന്നെ എന്തെവിടെ ചെയ്തോ, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊന്നുകളയും. പ്രേതം പെട്ടെന്ന് രൺവീറിനെ താഴെ തറയിലിട്ട് അടിക്കുകയായിരുന്നു. പക്ഷെ രൺവീർ പ്രേതത്തിന്റെ മുടി വളരെ ടൈറ്റായിട്ട് പിടിച്ചോണ്ടിരുന്നു. എന്റെ മുടി വിട്. ഞാൻ വിടില്ല. ഇതുപോലെ തന്നെ പ്രേതം രൺവീറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തറയിൽ അടിക്കുകയായിരുന്നു. അതിനുശേഷം രൺവീർ തറയിൽ വീണപ്പോൾ അവന്റെ കയ്യിന്റെ അടുത്ത് തന്നെ ആ വിളക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ആ വിളക്കെടുത്തിട്ട് അതിലുള്ള തീയും ആ പ്രേതത്തിന് മേലെ ഇട്ട് കഴിഞ്ഞു. പ്രേതം കത്താൻ തുടങ്ങി. കൂടെ തന്നെ മൊത്ത കൊട്ടാരവും കത്താനും തുടങ്ങി. രൺവീർ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഷിക്ക കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ രൺവീർ വരുന്നത് ഷിക്ക കണ്ടതിന് ശേഷം അവൾ സന്തോഷത്തോടെ ചിരിച്ചു. രണ്ടുപേരും ജീവനോടെ ഉണ്ടായില്ലെങ്കിലും അവരുടെ കണ്ണിൽ ഒരു കണ്ണീരുകൾ ഉണ്ടായിരുന്നു. ഷിക്ക രൺവീറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രീതി ആ മരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവരുടെ അച്ഛനമ്മന്റെ കൂടെ തിരിച്ചെത്തി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? പ്രീതി ജീവനോടുണ്ട്. ഷിക്ക ഓടിപ്പോയി തന്നെ തന്റെ മകളെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. അതാണ് അമ്മയുടെ സ്നേഹം. ദൈവമേ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നിങ്ങൾ എന്റെ മകളെ രക്ഷിച്ചു. പക്ഷെ എങ്ങനെ? അമ്മ, ആ മരം എന്നെ അതിനകത്തേക്ക് വലിച്ചെടുത്തു. എന്നെ കൊണ്ട് അവിടെ ശ്വാസം വിടാൻ പോലും പറ്റിയില്ല. പിന്നീട് പെട്ടെന്ന് ആ മരം കത്തി എരിയാൻ തുടങ്ങി. എരിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്നും പുറത്തേക്ക് വന്നു.
രൺവീർ, ഷിക്ക പിന്നെ പ്രീതിയും. അവര് 3 പേരും രക്ഷപ്പെട്ടു. രൺവീറിന്റെ വലിയ ധീരത കൊണ്ട് ആ പ്രേതത്തിനെ കൊന്നുകളഞ്ഞു. പ്രേതത്തിന്റെ ജീവൻ ആ മുടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വിളക്കിൽ മുടി കത്തിയപ്പോൾ അവളുടെ സകല ശക്തിയും അവിടെ കഴിഞ്ഞുപോയി. അവൾ ഭസ്മവുമായി.